പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഇന്നേതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിമോചനം ആവശ്യമുണ്ട്. വിമോചനമില്ലല്ലോ എന്ന് നിങ്ങൾ കുറേ ദിവസങ്ങളായി വ്യാകുലപ്പെടുന്നു. എനിക്ക് ഈ പാപം വിടാനാകുന്നില്ല, ഈ ശീലം ഒഴിവാകുന്നില്ല, എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നത്തിൽ നിന്നും ഒരു വിമോചനം കിട്ടുന്നേയില്ല. കടബാധ്യത ഒരു വശത്ത്, വേറൊരു വശത്ത് ദാരിദ്ര്യം, തോൽവി. ഒരു വിമോചനമില്ലാതെ അടിമത്തത്തിൽ ജീവിക്കുന്നത് പോലെ തോന്നുന്നു. ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണോ? ദൈവം ഇന്ന് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. യോഹന്നാൻ 8:32 യേശു പറയുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം, വേദവചനം എന്ന സത്യം. ദൈവത്തിൻ്റെ ഈ വചനത്തിലാണ് നമ്മെ വിടുവിക്കുന്ന വഴികളെല്ലാം എഴുതിയിരിക്കുന്നത്. സത്യത്തെക്കുറിച്ച് നാം കൂടുതലായി അറിയും തോറും ഒരു മനുഷ്യന് സമ്പൂർണ്ണ വിമോചനമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വേദവചനം വായിക്കണം, അതിനെക്കുറിച്ച് ധ്യാനിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വചനങ്ങളെ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ പലതിലും വിമോചനമുണ്ടാകുന്നു. വലിയൊരു സന്തോഷമുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൗഖ്യമാകുന്ന സത്യം അറിയുമ്പോൾ വ്യാധിയിൽ നിന്നും വിടുവിക്കപ്പെടും. സാത്താനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ സത്യം നിങ്ങൾ അറിയുമ്പോൾ പിശാചിന്റെ പിടിയിൽ നിന്നും വിമോചനം ലഭിക്കും. എന്തുകൊണ്ടാണ് കടങ്ങൾ ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ചുള്ള സത്യം ബൈബിളിൽ ഉണ്ടോ? അത് വായിച്ച് മനസ്സിലാക്കും തോറും കടബാധ്യതകളിൽ നിന്നും നിങ്ങൾ വിമുക്തരാകും. എന്തുകൊണ്ടാണ് ഭയമുണ്ടാവുന്നത്? അതിൽ നിന്നും എങ്ങനെ വിടുവിക്കപ്പെടണമെന്ന സത്യം ബൈബിളിലുണ്ട്. അത് വായിക്കും തോറും ഭയത്തിൽ നിന്നും വിമോചിതരാകുന്നതാണ്. പ്രശ്നങ്ങളും പോരാട്ടങ്ങളുമെല്ലാം എന്തുകൊണ്ടാണ് വരുന്നത്? സത്യത്തെക്കുറിച്ച് അറിയും തോറും നിങ്ങൾ വിമോചിതരാക്കപ്പെടും. അതുകൊണ്ടാണ് ഇത് വായിക്കണം, ധ്യാനിക്കണം, അറിയണം എന്ന് ഞാൻ പറയുന്നത്. ഈ സത്യം അറിഞ്ഞാൽ വിമോചിതരാകും. നിങ്ങളുടെ പ്രശ്നം എന്താണോ, അതിനെക്കുറിച്ച് ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ വായിക്കാൻ ആരംഭിക്കൂ. സത്യത്തെ മനസ്സിലാക്കൂ, വിമോചനം നേടാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ വിമോചനം പ്രാപിക്കും. പറയൂ, യേശുവിന്റെ നാമത്തിൽ ഈ കാര്യത്തിൽ എനിക്ക് വിമോചനമുണ്ടാവട്ടെ. വേദവചനം എന്ന സത്യം ഞാൻ അറിഞ്ഞ്, സത്യദൈവത്തെക്കുറിച്ചറിഞ്ഞ് വിമോചനം നേടാനായി അങ്ങെന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ